ഇന്നത്തെ പഠനം ശ്രദ്ധിക്കുവാൻ തയ്യാറായി വന്ന എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് അനുഗ്രഹകരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കാം. യോസഫിൻ്റെ ജീവിതത്തിലെ നാടകീയമായ സംഭവങ്ങളുടെ ചുരുളഴിയുവാൻ തുടങ്ങുകയാണ്. ദൈവം വേർതിരിച്ച വർഗത്തെ ക്ഷാമത്തിൻ്റെ മധ്യത്തിൽ കാത്തുസൂക്ഷിക്കുവാൻ യോസഫിനെ ഉപയോഗിക്കുന്ന വിധവും യാക്കോബിനെയും അവൻ്റെ പുത്രന്മാരെയും മിസ്രൈമിലേക്ക് നീക്കുന്നതും ഇവിടെ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. ആ തടവറയിൽ കിടന്നപ്പോൾ അവൻ ഇതൊന്നും കാണുവാൻ സാധിക്കുമായിരുന്നില്ല. അന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നത് കഷ്ടപ്പാടുകളും വേദനകളും മാത്രമായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, യഹോവയിൽ ആശ്രയിച്ചു. പ്രതികൂല ചുറ്റുപാടിൽ ഒരു ദൈവ പൈതലിനെ പതറാതെ നിർത്തുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം ഒന്നുകൊണ്ട് എപ്പോഴും ഉന്മേഷവാനായും ശുഭാപ്തി വിശ്വാസത്തോടും മുൻപോട്ടു പോകുവാൻ സാധിച്ച ഒരു വ്യക്തിയായിരുന്നു യോസഫ്. ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് എന്തും മാത്രം പഠിക്കുവാനുണ്ടെന്നറിയാമോ? തുറന്നു പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയായാലും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറുവാൻ സാധിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് ലഭിക്കണം എന്നുള്ളതാണ്. എനിക്കെൻ്റെ സാഹചര്യത്തെ നിയന്ത്രിക്കുവാൻ ഒട്ടും സാധിക്കില്ല. അതറിഞ്ഞിട്ടും പലപ്പോഴും സർവശക്തനിൽ ആശ്രയിക്കുവാൻ കഴിയാത്തതാണ് മഠയത്തരം. നിരാശപ്പെട്ടും തകർന്നും ഇരിക്കുവാൻ തുടങ്ങിയാൽ മറ്റൊന്നിനും സമയം കാണില്ല. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വന്നെന്നിരിക്കും. യോസഫ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ. ഇനിയും എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മിക്കവാറും ഊഹിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഭൂലോകമെല്ലാം അന്ന് ക്ഷാമം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ ധാന്യത്തിനായി ഈജിപ്തിലേക്ക് വരികയാണ്. അത്താഴത്തിന് ആരാണിപ്പോൾ വരുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ദാ വരുന്നു. തൻ്റെ 10 മക്കളെ ആഹാരം വാങ്ങുന്നതിനായി മിസ്രൈമിലേക്ക് അയക്കുവാൻ യാക്കോബ് നിർബന്ധിതനായി. എന്തുകൊണ്ട് ഈ 10 പേർ മാത്രം? എന്തുകൊണ്ട് അവൻ ബെന്യാമീനെ അയച്ചില്ല? ബെന്യാമീനെ കൂടെ നഷ്ടപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചില്ല. അതത്രേ. ബെന്യാമീൻ നഷ്ടപ്പെട്ടാൽ പിന്നീട് യാക്കോബ് ജീവിച്ചിരിക്കില്ല. യോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവർ അവനെ അറിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അവർ കരുതിയിരുന്നത് യോസഫ് മരിച്ചു എന്നത്രേ. അല്ല, എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ വല്ല അടിമയായോ വല്ലവൻ്റെയും വീട്ടുവേല ചെയ്ത് ജീവിക്കുന്നുണ്ടാകും എന്ന് മാത്രമാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് അവർ അവനെ അവിടെങ്ങും പ്രതീക്ഷിച്ചില്ല. നേരെ മറിച്ച് യോസഫ് അവരെ അവിടെ കാണും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് യോസഫിന് അറിയാമായിരുന്നു. മാത്രവുമല്ല, വർഷങ്ങൾ പലത് കഴിഞ്ഞു എന്നോർക്കണം. അവരവനെ വിറ്റപ്പോൾ അവന് 17 വയസ്സ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോഴവന് 37 വയസ്സായി. 20-ൽ പരം വർഷങ്ങൾ അവരവനെ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, യോസഫ് ഇപ്പോൾ ഒരു മിസ്രൈമിനെ പോലെ വസ്ത്രമൊക്കെ ധരിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എന്നത് വ്യക്തമാണ്. 42-ാം അധ്യായത്തിലേക്കാണ് നാം ഇന്ന് വരുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നതെന്ത്? ഓർക്കണം, കനാനും മിസ്രൈമും തമ്മിൽ, പ്രത്യേകിച്ച് യാക്കോബും കുടുംബവും താമസിച്ച സ്ഥലവും ഇപ്പോൾ യോസഫ് ആയിരിക്കുന്ന സ്ഥലവും തമ്മിൽ വളരെ വലിയ ദൂരമുണ്ടായിരുന്നു. കനാൻ ദേശത്ത് യാക്കോബിന്റെ ഭവനത്തിൽ സ്ഥിതിഗതികൾ അത്ര രസമായിരുന്നില്ല. 10 സഹോദരന്മാർ എന്തു ചെയ്യണമെന്നറിയാതെ, എവിടെ പോകണമെന്നറിയാതെ തമ്മിൽ നോക്കിയിരിക്കുകയാണ്. ഇത്രയും ദൂരത്തിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ശ്രമകരമായ പണിയാണ്. ഈ അവസരത്തിൽ യാക്കോബ് അവരോട് സംസാരിക്കുന്നതാണ് നാം കാണുന്നത്. 2-ാം വാക്യത്തിൽ കാണുന്നത്, മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇതാ വിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം. പല ആളുകൾക്കുമുള്ള ഒരു ധാരണ എന്തെന്നാൽ, വിശ്വാസം എന്നാൽ തങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത ഏതോ വലിയ മർമ്മമാകുന്നു എന്നാണ്. അതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കണം എന്നവർക്കറിയില്ല പോലും. ഒരു മണിക്കൂറിൽ 100 കൂട്ടം കാര്യങ്ങൾ കാണാതെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുവാൻ പറയുമ്പോൾ
എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് വാദിക്കുന്നത്. വിശ്വസിക്കുവാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അയാളുടെ വാദമല്ല, ഞാൻ എങ്ങനെ വിശ്വസിക്കുവാനാണ്, കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുവാനാണോ താങ്കൾ പറയുന്നത് എന്നത്രേ. അതല്ലേ സുഹൃത്തെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്? നിങ്ങൾ ഇരിക്കുന്ന കസേരയെ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ കുടിക്കുന്ന ആ കാപ്പി വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തെ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ യാക്കോബ് എങ്ങനെയാണ് വിശ്വസിച്ചതെന്ന് ശ്രദ്ധിച്ചോ. അവൻ എന്തോ ഒന്ന് കേട്ടു. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അവനത് വിശ്വസിച്ചു. അവർ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അത് മതിയാകും എന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്റെ വിശ്വാസത്തിൽ അവൻ പ്രവർത്തിച്ചു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ. പ്രിയ സുഹൃത്തെ, ഈ പറഞ്ഞതത്രേ രക്ഷിക്കുന്ന വിശ്വാസം. ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെയാണ് യേശുവിൽ വിശ്വസിക്കുന്നത് എന്ന്. നിങ്ങളൊന്ന് ഊഹിച്ചേ, യാക്കോബ് തന്റെ 10 പുത്രന്മാരുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞെന്നിരിക്കട്ടെ, മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു, പക്ഷേ ഞാനത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? വല്ലവരും പറയുന്നതിന്റെ പുറകെ ചാടാനൊക്കുമോ? ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ചെന്നിട്ട് അവിടെ ഒന്നും ഇല്ല എങ്കിൽ പിന്നെ പോയത് വൃഥാവാകില്ലേ? വിശ്വസിക്കേണ്ട മാർഗം കേട്ട കാര്യം പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നതിലൂടെയാണ്. കേട്ടെന്ന് പറഞ്ഞതുകൊണ്ട് വയറ് നിറയുമോ? ദൈവവചനം പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും എന്ന്. നിങ്ങൾ ഒരു കാര്യം കേൾക്കുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നു. അതത്രേ വൃദ്ധനായി യാക്കോബ് ചെയ്തത്. അങ്ങനെയാണ് അവന്റെ കുടുംബത്തെ പോഷിപ്പിക്കുവാനും ജീവൻ നിലനിർത്തുവാനുമുള്ള ധാന്യം അവന് ലഭിച്ചത്. നിങ്ങൾക്കും എനിക്കും നിത്യജീവൻ ലഭിക്കുന്നതും ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. യാക്കോബ് കേട്ടു, അവനത് വിശ്വസിച്ചു, അവനതിൽ പ്രവർത്തിക്കുന്നു. ഇനി 3ഉം 4ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, യോസഫിന്റെ സഹോദരന്മാർ 10 പേർ മിസ്രൈമിൽ ധാന്യം കൊള്ളുവാൻ പോയി. എന്നാൽ യോസഫിന്റെ അനുജനായ ബെന്യാമീന് പക്ഷേ വല്ല ആപത്തും ഭവിക്കുമെന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരോടുകൂടെ അയച്ചില്ല. നിങ്ങൾ ചോദിക്കും, ചേടാ, ഈ ബെന്യാമീന്റെ കാര്യം മാത്രം എന്താ യാക്കോബ് ഇങ്ങനെ ചിന്തിക്കുന്നത്? മറ്റേ 10 പുത്രന്മാർക്ക് ആപത്ത് വന്നു ഭവിച്ചാലോ? ഒരു കാര്യം, അവരെല്ലാം പ്രായമുള്ളവരാണ്. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ, ബെന്യാമീന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന വേദനയോളം മറ്റുള്ളവരുടെ കാര്യത്തിൽ യാക്കോബിന് വേദന ഉണ്ടാകാൻ സാധ്യതയില്ല. ബെന്യാമീനും യോസഫും റാഹേലിന്റെ മക്കളായിരുന്നു. താൻ ഏറ്റവും അധികം സ്നേഹിച്ച റാഹേൽ. ഇപ്പോൾ യാക്കോബ് 10 പുത്രന്മാരെയും പറഞ്ഞയച്ചിട്ട് ബെന്യാമീനെ മാത്രം തന്നോടൊപ്പം നിർത്തുന്നു. തുടർന്ന് നാം ആ വലിയ നാടകീയ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 5 മുതലുള്ള വാക്യങ്ങളിൽ 5ഉം 6ഉം ഞാനിപ്പോൾ വായിക്കാം. അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെ ഇടയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരും വന്നു. കനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായിരുന്നുവല്ലോ. യോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസഫിന്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസഫ് ഇവർക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അവരുടെ വരവ് ഒഴിച്ചുകൂടാൻ വയ്യാത്തതായിരുന്നു എന്ന് യോസഫിന് അറിയാമായിരുന്നു. അക്കാലത്ത് ജനവാസമുണ്ടായിരുന്ന സകല ദേശങ്ങളിൽ നിന്നും ആളുകൾ മിസ്രൈമിലേക്ക് വന്നിരുന്നു. ക്ഷാമം ഭൂമി മുഴുവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യോസഫ് കാത്തിരിക്കുകയാണ്. അപ്പോഴിതാ 10 പുരുഷന്മാർ വരുന്നു. അവരെല്ലാവരും വന്ന് അവന്റെ മുൻപാകെ നമസ്കരിച്ചു. അവരെല്ലാം മുഖം കുനിച്ച് തല വണങ്ങി യോസഫിന്റെ മുൻപാകെ നിന്നു. ഈ അവസരത്തിൽ യോസഫിന്റെ ചിന്താഗതി എന്തായിരിക്കുമെന്നത്രേ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ല, നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഇതാ യോസഫിന്റെ സ്വപ്നത്തിന്റെ അക്ഷരികമായ നിവൃത്തി. കറ്റകളെല്ലാം തന്റെ കറ്റയെ വണങ്ങിയ ആ സ്വപ്നം. ദൈവത്തിന്റെ വഴികൾ ആശ്ചര്യമാകുന്നില്ലേ? 7ഉം 8ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, യോസഫ് തന്റെ സഹോദരന്മാരെ കണ്ടാറെ അവരെ അറിഞ്ഞു, എങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്ന് അവരോട് ചോദിച്ചതിന്, ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്തു നിന്ന് വരുന്നുവെന്ന് അവർ പറഞ്ഞു. യോസഫ് സഹോദരന്മാരെ അറിഞ്ഞു, എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസഫ് അവരോടെന്തിനാണ്
കർക്കശമായി ഇടപെട്ടതെന്നറിയാമോ? അവൻ അവരെ പരീക്ഷിക്കുകയായിരുന്നു. അവൻ ഇവിടം കൊണ്ട് നിർത്തുകയുമില്ല. ഇനി മുൻപോട്ട് അവൻ അവരെ കൂടുതൽ പരീക്ഷിക്കുവാൻ പോകുകയാണ്. ചില തുളച്ചു കയറുന്ന ചോദ്യങ്ങൾ അവൻ അവരോട് ചോദിക്കും. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അതിൽ ചിലതൊക്കെ നാം കാണുന്നു. യോസഫ് ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങൾ നിരത്തുകയാണ്. 12ഉം 13ഉം വാക്യങ്ങളിലേക്ക് വന്നാട്ട് അവൻ അവരോട്, അല്ല, നിങ്ങൾ ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവർ, അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ, 12 സഹോദരന്മാരാകുന്നു. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ അടുക്കലുണ്ട്, ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. താൻ ആരാകുന്നു എന്നവരെ അറിയിക്കാതെ അവരിൽ നിന്നും തന്റെ കുടുംബത്തെക്കുറിച്ച് ലഭിക്കാവുന്നത്ര വിവരങ്ങൾ ചോർത്തുകയാണ് യോസഫ് ഇപ്പോൾ ചെയ്യുന്നത്. അവർ ഒറ്റുകാരാകുന്നു എന്ന് യോസഫ് അവരെ കുറ്റപ്പെടുത്തുന്നു. യോസഫിന്റെ മുൻപിൽ 10 പേർ മാത്രമേ ഉള്ളൂ. അവർ യഥാർത്ഥത്തിൽ 12 പേരാകുന്നു എന്നും ഒരാൾ പിതാവിന്റെ കൂട്ടത്തിൽ വീട്ടിലുണ്ടെന്നും അവർ സമ്മതിച്ചു. 12ാമത്തെ വ്യക്തിയെക്കുറിച്ച് ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്നത്രേ അവർ പറഞ്ഞത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ യോസഫ് മരിച്ചു എന്നത്രേ ഇവർ കരുതിയിരിക്കുന്നത്. എന്നാൽ അവരുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആരാണ്? അവർ ഒറ്റുകാരാകുന്നു എന്ന് 3ാമത്തെ പ്രാവശ്യവും യോസഫ് അവരെ കുറ്റപ്പെടുത്തുന്നതാണ് നാം ഇനിയും കാണുന്നത് 14 മുതലുള്ള വാക്യങ്ങളിൽ. യോസഫ് അവരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല. നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങളിൽ ഒരുത്തനെ അയപ്പീൻ. നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം. നിങ്ങൾ നേരുള്ളവരോ എന്ന് നിങ്ങളുടെ വാക്ക് പരീക്ഷിച്ചറിയാമല്ലോ. അല്ലെന്ന് വരികിൽ ഫറവോനാണ്, നിങ്ങൾ കുറ്റക്കാർ തന്നെ. ഈ യോസഫ് തന്റെ ഇളയ സഹോദരനുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നതാണ് വാസ്തവത്തിൽ ഇവിടെ കാണുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള 10 പേരും യോസഫിന്റെ പകുതി സഹോദരന്മാരാണ്. ബെന്യാമീനാണ് യോസഫിന്റെ അമ്മയിൽ നിന്ന് പിറന്ന സ്വന്തം സഹോദരൻ. അവനെ കാണുവാനാണ് യോസഫിന് തിടുക്കം. അവൻ അത് സാധിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചാലും 17ഉം 18ഉം വാക്യങ്ങളിൽ. അങ്ങനെ അവൻ അവരെ 3 ദിവസം തടവിലാക്കി. 3ാം ദിവസം യോസഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവീൻ. നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗൃഹത്തിൽ കിടക്കട്ടെ. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവിൻ. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരേണം. അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും. നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. അവർ അങ്ങനെ സമ്മതിച്ചു. അവൻ അവരെ പിടിച്ച് ജയിലിലടച്ചു. സംഗതിയാകെ വഷളാകുന്നതായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അവർ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഏതായാലും യോസഫ് ഇവിടെ ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പുരുഷന്മാർക്ക് ഒരു ആശ്വാസം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അവർ കൂടുതൽ ഇപ്പോൾ ഭയപ്പെടുകയാണ്. ഓർക്കണം, ഈ 10 പേർ വെറും കുട്ടികളായിരുന്നില്ല. അവരിൽ ചിലർ 50-ലധികം വയസ്സ് പ്രായമുള്ളവരായിരുന്നു. അവരിപ്പോൾ തങ്ങളെ തന്നെ ഒരു വല്ലാത്ത വെട്ടിലാണ് കാണുന്നത്. ദൈവത്തെ ഭയമുള്ള ഒരാളാണ് അവരോട് ഇടപെടുന്നതെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. എന്നാൽ അവൻ എന്താകുന്നു ചെയ്യുവാൻ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവർ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. അവർ നേരുള്ളവരോ എന്നറിയണം എന്ന ഭാവത്തിൽ യോസഫ് അവരെ പരീക്ഷിക്കുമ്പോൾ വാസ്തവത്തിൽ അവൻ ആവശ്യം തന്റെ സഹോദരൻ ബെന്യാമീനെ കൂടി ഇവർ അടുത്ത പ്രാവശ്യം കൊണ്ടുവരണം എന്നുള്ളതാണ്. 21ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടാറിയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് വളരെ രസാവഹമായിരിക്കുന്നു. അവർ എബ്രായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. യോസഫിന് അവർ പറയുന്നത് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അവർക്ക് അതൊട്ട് മനസ്സിലായുമില്ല. ഒരു ദ്വിഭാഷി മുഖാന്തരമാണ് യോസഫ് അവരോട് സംസാരിച്ചത്. അതിന്റെ ആവശ്യം വാസ്തവത്തിലില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു മിസ്രൈമ്യനായി അവൻ അഭിനയിക്കുകയായിരുന്നല്ലോ. അവർ തങ്ങളുടെ കുറ്റം വാസ്തവമായി ഏറ്റുപറയുകയാണ്. നാമും പലപ്പോഴും ഇങ്ങനെയാണല്ലോ, കുറ്റം വരുമ്പോൾ ഓർക്കുകയില്ല,
അല്ലെങ്കിൽ കുറ്റം ചെയ്യുമ്പോൾ ഓർക്കുകയില്ല. പിന്നെന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ തിരിഞ്ഞു ചിന്തിക്കും. അപ്പോൾ അന്ന് ചെയ്തത് കുറ്റമായിരുന്നു എന്ന ബോധം അവർക്കിപ്പോഴുണ്ട്. തെറ്റ് ചെയ്തിട്ട് ഉപാധി പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന അനേകരുടെയും മനസ്സിലിരിക്കുന്നത് ഇതുതന്നെയാണ്, കുറ്റബോധം. 22 വാക്യത്തിൽ നാം കാണുന്നത്, അതിന് രൂബേൻ, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നിട്ടും നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. സാധാരണ ഇങ്ങനെയാണല്ലോ, ആരെങ്കിലും ഏതെങ്കിലും പ്രശ്നത്തിൽ ചാടുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. വാസ്തവത്തിൽ അവരുടെ ആ സംസാരം കേട്ടു നിൽക്കുവാൻ നല്ല രസമായിരുന്നിരിക്കും, പ്രത്യേകിച്ചും യോസഫിന്. അവർ പറയുന്നത് അന്ന് യോസഫിനോട് അങ്ങനെ ചെയ്തതിനാൽ അവർക്ക് ലഭിക്കുന്ന ദൈവശിക്ഷയാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എന്നത്രേ. 23-24 വാക്യങ്ങളിൽ യോസഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരം ആയിരുന്നതുകൊണ്ട് അവൻ ഇത് ഗ്രഹിച്ചു എന്നവർ അറിഞ്ഞില്ല. അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു. പിന്നെ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമെയോനെ പിടിച്ച് അവർ കാൺകെ ബന്ധിച്ചു. ഇവിടെ അവർ യോസഫിനോട് ചെയ്ത ദ്രോഹം മൂലമാണ് തങ്ങൾക്ക് ഈ ദോഷം വന്നു ഭവിക്കുന്നത് എന്നത്രേ അവരുടെ പക്ഷം. വാസ്തവത്തിൽ അവരിപ്പോൾ അനുതപിക്കുകയാണ്. അവർ പറയുന്നത് മുഴുവനും യോസഫ് കേൾക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അവൻ അവരോട് അലിവ് തോന്നി. ഓരോരുത്തരെയും ആശ്ലേഷിച്ചുകൊണ്ട് സഹോദര എന്ന് വിളിക്കുവാൻ അവന്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ചെയ്താൽ ബെന്യാമീനെ അവിടെ വരുത്തുവാനുള്ള അവന്റെ പദ്ധതി പാളിപ്പോകും. ഇപ്പോഴവൻ അവർക്ക് ശരിയായൊരു പരീക്ഷ നൽകുന്നു. അവർ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരനെ അവിടെ വിട്ടിട്ടു പോകുന്നു. അത് ശിമെയോനാണ്. ഇതൊക്കെയാണെങ്കിലും യോസഫ് ആകെ വികാരവിവശനായിരിക്കുകയാണ്. അവന് കരയാതിരിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അവൻ മാറിപ്പോയി മുഖം കഴുകിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ തിരികെ സഹോദരങ്ങളുടെ മുൻപിൽ വരുന്നു. യോസഫിന്റെ ഉള്ളിലെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? എന്തുകൊണ്ടാണ് അവർ ശിമെയോനെ അവിടെ സൂക്ഷിക്കുവാൻ തെരഞ്ഞെടുത്തത് എന്നെനിക്കറിയില്ല. ഞാൻ ചിന്തിക്കുന്നത് യോസഫ് വെളിയിലേക്ക് പോയ സമയത്ത് സഹോദരന്മാർ എല്ലാവരും കൂടി ശിമെയോനെ അവിടെ ആക്കുവാൻ തീരുമാനിച്ചതാകും. യോസഫ് അത് അംഗീകരിക്കുകയും ചെയ്തു കാണും. അത്രമാത്രം അതേക്കുറിച്ച് പറയുവാൻ എനിക്ക് സാധിക്കും. ഏതായാലും ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവന്റെ ചാക്കിൽ തിരികെ വയ്പ്പാനും വഴിക്കു വേണ്ടി ആഹാരം അവർക്ക് കൊടുപ്പാനും യോസഫ് കൽപ്പിച്ചു. അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. അവർ കൊണ്ടുവന്ന പണം സ്വീകരിപ്പാൻ അവനെക്കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ അവരുടെ പണം തിരികെ കൊടുത്തെന്ന് മാത്രമല്ല, വീട്ടിലെത്തുന്നതുവരെ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും അവർക്ക് നൽകി. 26 വാക്യത്തിൽ അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്കഴിച്ചപ്പോൾ തന്റെ ദ്രവ്യം ചാക്കിന്റെ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. തന്റെ സഹോദരന്മാരോട്, എന്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി, അത് ഇതാ എന്റെ ചാക്കിലിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു. ദൈവം നമ്മോട് ഈ ചെയ്തത് എന്ത് എന്ന് തമ്മിൽ പറഞ്ഞു. ഇവരുടെ കുറ്റബോധം തമാശയ്ക്ക് വക നൽകുന്നതാണ്. ഈ അവസരത്തിലും അവർ ചിന്തിക്കുന്നത് ഇത് ദൈവം അവരുടെ മേൽ അയക്കുന്ന ശിക്ഷയാകുന്നു എന്നത്രേ. സാധാരണ ഇതൊരു നല്ല വാർത്തയായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ പണം തിരികെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തിന്റെ കാര്യമല്ലേ? നിങ്ങൾ സാധാരണ സാധനങ്ങൾ വാങ്ങാറുള്ള കടയിൽ ചെന്ന് ഈ മാസത്തേക്ക് ആവശ്യമായതെല്ലാം വാങ്ങിയെന്നിരിക്കട്ടെ, അരിയും പഞ്ചസാരയും എല്ലാം വാങ്ങിയിട്ട് ഒരു വണ്ടി വിളിച്ച് സാധനമെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് അരിച്ചാക്ക് തുറന്നപ്പോൾ നിങ്ങൾ അവിടെ കൊടുത്ത പണം മുഴുവൻ അതിൻ്റെ വായ്ക്കലിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടുമോ? അതൊരു മോശമായ വാർത്തയായി നിങ്ങൾക്ക് അനുഭവപ്പെടുമോ? നിങ്ങൾ കൊടുത്ത പണം മുഴുവൻ ആ കടക്കാരൻ നിങ്ങൾക്ക് തന്നെ സമ്മാനമായി തിരികെ തന്നാൽ അത് നിങ്ങളെ വിഷമിപ്പിക്കുമോ? സാധാരണ സാഹചര്യത്തിൽ അതൊരു നല്ല വാർത്ത ആയിട്ടാണ് നാം എടുക്കാറുള്ളത്. നാം വാസ്തവത്തിൽ അതൊരു പ്രോത്സാഹനമായി തന്നെ കണക്കാക്കും. എന്നാൽ ഈ പുരുഷന്മാർക്ക് അത് അങ്ങനെ ആയിരുന്നില്ല. അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ തന്നെ അവർ എരുതിയിലാണെന്നത്രേ. മിസ്രൈമിലെ ഈ ഭരണാധികാരി അത്രയ്ക്ക് കഠിന മനുഷ്യനാണ്. അവൻ സംഗതി മുഴുവൻ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. പട്ടിണി കിടന്ന് ചത്താലും ഇനിയും ഇങ്ങോട്ട് വരാതിരിക്കാമായിരുന്നു. എന്നാൽ ഒരു സഹോദരൻ അവിടെ കിടക്കുന്നു. ഇക്കാരണങ്ങളാൽ ഈ കണ്ട പണം അവർക്ക് കൂടുതൽ തലവേദന മാത്രമാണ് ഉണ്ടാക്കുന്നത്. അവർ എന്തുകൊണ്ടാണ് ഉടനെ തന്നെ മിസ്രൈമിലേക്ക് തിരികെ പോകാഞ്ഞതെന്ന് നാം അതിശയിച്ചേക്കും.
അങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? അവർ തിരികെ പോയാൽ വാസ്തവത്തിൽ എരുതിയിൽ ചെന്ന് ചാടുകയാകും എന്നവർക്കുറപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ അവരെ കള്ളന്മാരെന്ന് സ്ഥിരീകരിക്കുമായിരുന്നു എന്നവർക്കറിയാം. അവർ പണം മോഷ്ടിച്ചതാണെന്ന് അവൻ പറയും. അതുകൊണ്ട് അവർ അതിനൊരവസരം കൊടുക്കുന്നില്ല. അവർ വീട്ടിലേക്ക് പോകുന്നു. ഇനിയും ഒന്നുകൂടി വരേണ്ടി വന്നാൽ അന്നേരം പണം തിരികെ കൊണ്ടുവരാം എന്ന ചിന്തയായിരുന്നു അവർക്ക്. അങ്ങനെയാകുമ്പോൾ വീട്ടിലെല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചിട്ട് പോരാമല്ലോ. പിന്നെ തിരികെ ചെല്ലാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ വരുന്ന അവസ്ഥ. സുഹൃത്തെ, നാമൊക്കെ ചിന്തിക്കുന്നതിലും വലിയ പ്രതിസന്ധിയിലാണ് ഈ പറഞ്ഞ സഹോദരന്മാരിപ്പോൾ. അവർ വീട്ടിൽ വന്ന് അപ്പനോട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുന്നു. അത് കഴിഞ്ഞ് അവർ ഓരോരുത്തൻ്റെയും ചാക്കുകൾ അഴിച്ചപ്പോഴും അതിലെല്ലാം അവരുടെ പണം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാരോ വേല വെക്കുകയാകുന്നു എന്ന്. അവർക്ക് പണി കിട്ടി എന്ന് അവർക്ക് മനസ്സിലായി. ആകെ കലങ്ങിമറിഞ്ഞ ഈ അന്തരീക്ഷത്തിൽ യാക്കോബിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാലും 36 വാക്യത്തിൽ അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസഫില്ല, ശിമയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. പാവം യാക്കോബ്. സഹതാപം തോന്നുന്നില്ലേ? പണ്ട് കണ്ട ആ സൂത്രക്കാരനായ യാക്കോബ് അല്ല അവനിപ്പോൾ. ഒരല്പം കൂടി കഴിഞ്ഞ് നാം കാണുവാൻ പോകുന്ന വിശ്വാസമുള്ള മനുഷ്യനുമല്ല അവനിപ്പോൾ. എന്നാൽ അവൻ വളരുന്നുണ്ട്, അതിന് സംശയമില്ല. അവനിപ്പോൾ ആകെ നിരാശനാണ്. ഭാവിയെക്കുറിച്ച് ഒരു ശുഭാപ്തി വിശ്വാസവും അവനില്ല. അവൻ പറയുന്നു, സകലവും എനിക്ക് പ്രതികൂലം തന്നെ. അവന്റെ മകൻ യോസഫ് അങ്ങനെ ഒരു കാര്യം പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ യാക്കോബ് പറയുന്നത് അതത്രേ. അവൻ പറയുന്നു, തനിക്ക് സകലവും പ്രതികൂലമാകുന്നു. യോസഫ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ പറഞ്ഞേനേയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിലിപ്പി ലേഖനം 1 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ പൗലോസ് പറഞ്ഞ ആ വസ്തുതയാണ് ഇവിടെ കാണുന്നത്. 37-38 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. 42 അധ്യായത്തിന്റെ ഒടുവിലത്തെ 2 വാക്യങ്ങൾ. അതിന് രൂബേൻ അപ്പനോട്, എന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കുക, ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരും. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം എന്റെ 2 പുത്രന്മാരെ കൊന്നുകളക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ, എന്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല, അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു. ബെന്യാമീന്റെ ജീവിതത്തിൽ പൊതിഞ്ഞതാണ് യാക്കോബിന്റെ ജീവിതം ഇപ്പോൾ. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തന്റെ റാഹേലിന്റെ ആദ്യജാതനായിരുന്നതിനാലാണ് യാക്കോബ് യോസഫിനെ കൂടുതൽ സ്നേഹിച്ചിരുന്നത്. ഇപ്പോൾ യാക്കോബ് ആകെ പ്രതിസന്ധിയിലായി. യോസഫ് പോയി. അത് യാക്കോബിന് ഹൃദയവേദന ഉണ്ടാക്കിയ സംഭവമായിരുന്നു. ഇന്നും അത് വേദനയാണവന്. ഇപ്പോഴിതാ റാഹേലിൽ തനിക്ക് ശേഷിച്ചിരിക്കുന്ന ഒരേ ഒരു മകനായ ബെന്യാമീനും നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം. അതുകൊണ്ട് യാക്കോബ് പറയുന്നത്, അങ്ങനെ സംഭവിച്ചാൽ അവൻ ഉടനെ മരിച്ചുപോകും എന്നാണ്. അത് അതുപോലെ സത്യവുമാണ്. ബെന്യാമീന്റെ ജീവിതവുമായി കെട്ടപ്പെട്ടതാണ് യാക്കോബിന്റെ ജീവിതം. ബെന്യാമീൻ യാക്കോബിന്റെ ഊന്നുവടി പോലെയാകുന്നു. എന്തൊരു പരിതാപകരമായ അവസ്ഥയില്ലേ! ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഒരു ദൈവപൈതൽ കൈകാര്യം ചെയ്യേണ്ട വിധമാണ് ഈ ജീവിതങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്റെ ജീവിതത്തിൽ ഒന്നും യാദൃച്ഛികമല്ലെന്നും സകലത്തിനും ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നും യോസഫ് കാണുമ്പോൾ, തന്റെ 10 മക്കളും ദൈവശിക്ഷയുടെ ഫലമാണെന്നും തനിക്ക് സംഭവിക്കുന്നതൊക്കെ തനിക്ക് ദോഷമാകുന്നു എന്നും ആകുന്നു യാക്കോബ് കാണുന്നത്. എല്ലാം തനിക്ക് ദോഷമായി മാത്രം ഭവിച്ചു എന്ന് വിലപിക്കുന്ന യാക്കോബ്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ താങ്കൾ എപ്രകാരത്തിലാണ് വീക്ഷിക്കുന്നത്? അതിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുവാനും അതിനായി കാത്തിരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. അടിക്കടി ഉണ്ടാകുന്ന ആകുലത്തിൽ അലമുറയിട്ടതുകൊണ്ട് ഒന്നും സാധിക്കുവാനില്ല.
ദൈവം തന്നെ പറഞ്ഞത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുന്നതാണ് അനുഗ്രഹം എന്നത്രേ. സുഹൃത്തെ, താങ്കളുടെ ഇന്നത്തെ ഭാരം, ബുദ്ധിമുട്ട്, ആകുല ചിന്ത, അരക്ഷിതാവസ്ഥ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് യോസഫിനെ പോലെ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ വിശ്വസ്തത പുലർത്തൂ. ദൈവം അനുവദിക്കാതെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നിങ്ങളുടെ സകല ഭാരവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാരവാഹി അവനാണ്. അവനിൽ മാത്രം ആശ്രയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ പതറിപ്പോകാറുണ്ട്. എന്നാൽ യോസഫിനെ പോലെ ഏത് സാഹചര്യവും ദൈവം അനുവദിച്ചതാകുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അതിനായി പ്രത്യേകം അവിടുന്ന് ശക്തീകരിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ തുടർന്നും വഴി നടത്തിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.